രാവെന്നോ പകലെന്നോ ഇല്ലാതെ ജോലി ചെയ്താലും 7,000 രൂപയാണ് ആശാ വർക്കറിന് ഒരു മാസം കിട്ടുന്നത്. ഇതുതന്നെ 3 മാസം കുടിശ്ശികയാണ്. ആരോഗ്യമന്ത്രി സമരക്കാരുമായി ഇന്ന് ചർച്ച നടത്തി. പക്ഷേ തീരുമാനമാകാതെ ആ ചർച്ച പരാജയപ്പെട്ടു. സമരം ശക്തമായി തുടരുമെന്നാണ് ആശാ വർക്കർമാർ പറയുന്നത്. ആദിൽ പാലോട് അവരുമായി സംസാരിച്ചു. അതിലേക്ക് കേൾക്കണോ പ്രിയ സർക്കാരേ, ആശതൻ കണ്ണീർ കഥ, അവർ വിങ്ങി വിങ്ങി പറഞ്ഞ കഥ. ജോലിയുണ്ട് കൂലിയില്ല, നടുവൊടിഞ്ഞ വർഷയായി വിരമിക്കാൻ നേരമായി, എന്നാൽ ആനുകൂല്യമൊന്നുമേ ഇല്ല. വലിയ പ്രതിഷേധത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുള്ളത്. അവരാണ് ആ പാട്ടിലൂടെ ആ പ്രതിഷേധങ്ങൾ പാടി അറിയിക്കുന്നത്. ഇന്ന് ആരോഗ്യമന്ത്രിയുമായി ചർച്ചയുണ്ടായിരുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അത് 7,000 രൂപയാണ് സാധാരണഗതിയിൽ ഇവർക്ക് നൽകുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതികളൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ ജീവനാഡി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നവരാണ് ഈ ആശാ വർക്കർമാർ. വീടുകളിലെത്തി ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ ഇടപെടുന്നവരാണ്. അവരാണിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 7,000 രൂപ ഓണറേറിയം തന്നെ വിവിധ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇപ്പോൾ 3-4 മാസമായി ഓണറേറിയം കൃത്യമായി നൽകാത്ത കുടിശ്ശിക വരുത്തുന്ന സ്ഥിതിയുമുണ്ട്. അത്തരത്തിൽ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ ആശാ വർക്കർമാരുടെ ജീവിതം എന്നവർ ഇവിടെ പാടിയും പറഞ്ഞും സമരം നടത്തുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ വനിതകൾ 6 ദിവസമായി സമരം നടത്തുന്നു. 6ാം ദിവസമാണ്. ഇന്നാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് ഇവരെ ക്ഷണിച്ചത്. പക്ഷേ ഒരു കാര്യത്തിലും തീരുമാനം, ധനപരമായ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നിവരെ അറിയിച്ചു. എങ്കിൽ സാവധാനം തീരുമാനമെടുത്ത ശേഷം ചർച്ചയ്ക്ക് വിളിച്ചാൽ മതിയെന്ന് ആശാ വർക്കർമാരും പറയുന്നു. തീരുമാനമുണ്ടായ ശേഷം മാത്രമേ തിരികെ നാടുകളിലേക്ക് മടങ്ങുകയുള്ളൂ എന്നതാണ് ആശാ വർക്കർമാരുടെ നിലപാട്. അവരുടെ നേതാക്കളടക്കം ഇവിടെ ഉണ്ട്. വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടൊരു ചർച്ച ചെയ്തു. അതിനകത്ത് ഒരു തീരുമാനമായിട്ടില്ല. അവരെ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കവും. അടുത്ത ഘട്ടം എന്താണ് സമരത്തിന്റെ? ഈ രാപ്പകൽ സമരം തുടരുകയാണ്. 20-ാം തീയതി കേരളത്തിലെ 27,000-ഓളം വരുന്ന ആശാ വർക്കർമാർ തലസ്ഥാന നഗരിയിലേക്ക് വരും. ആരുടെ കയ്യിലും പണമില്ല. 3 മാസമായി വരുമാനം കിട്ടിയിട്ട്, വേതനം കിട്ടിയിട്ട്, പക്ഷേ ഭിക്ഷ എടുത്തുകൊണ്ടാണെങ്കിലും ഇന്ന് മുതൽ ആശാ വർക്കർമാർ വിവിധ ജില്ലകളിൽ പണം സ്വരൂപിച്ച് വണ്ടി ബുക്ക് ചെയ്ത്, ഇന്ന് തന്നെ വണ്ടി ബുക്ക് ചെയ്ത് 20-ാം തീയതിയിലേക്ക് എത്താനാണ് തീരുമാനം. വളരെ ബുദ്ധിമുട്ടിലാണ്. കടം വാങ്ങിച്ചാണ് ഇവിടം വരെ വന്നത് തന്നെ. എല്ലാവരുടെ അവസ്ഥ അത് തന്നെയാണ്. മരുന്നിനും ഒന്നിനും ഞങ്ങൾക്ക് പൈസയില്ല. വീട്ടു ചെലവുകൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അവസ്ഥ ദാണ്ട സാറേ, പട്ടി കടിച്ചതാണ്. എന്താ ഇത്? ആശാ വർക്കർ വർക്ക് ചെയ്ത് പട്ടി കടിച്ചതാണ്. ഈ മുറിവ് പട്ടി കടിച്ചതാണ്. ജോലിക്ക് പോയതാണ്. ഞാൻ 93-ൽ MSS ആയിട്ട് കയറിയതാണ്. ആശാ വർക്കറായിട്ട് ഫീൽഡിൽ പോയപ്പോഴത്തേക്ക് ഒരു വീട്ടിൽ നിന്ന് പട്ടി ഓടി 2014. എന്നിട്ട് ഒരു ആനുകൂല്യം, ഒരു സഹായം കിട്ടില്ല. ഒന്നും കിട്ടില്ല. 135 കുപ്പി ആന്റിബയോട്ടിക്കിന്റെ ഇഞ്ചക്ഷൻ എടുത്തതും മരുന്ന് കഴിച്ചും 3 മാസം 90 ദിവസം ജലാശുപത്രി. ഞാൻ ഒരു വീട്ടിൽ എഴുതാൻ പോയപ്പോഴത്തേക്ക് പട്ടി ഓട്ടിച്ച് ഞാൻ വീണ്, പട്ടി അവിടെ ഇട്ട് എന്നെ കടിച്ചു. ഈ പൈസ കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നത്? ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് സാറേ. എനിക്ക് ഒരു ദിവസം 300 രൂപ വേണം. ഇതുപോലെ ഒന്നും കിട്ടുന്നില്ല സാറേ, ഒന്നും കിട്ടുന്നില്ല. സേവനം എന്ന് പറഞ്ഞ് നടക്കുന്നു. പിന്നെ പോകുന്ന വീടുകളിൽ ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ വാങ്ങി കുടിക്കും എന്നുള്ളതല്ലാതെ കയ്യിൽ നിന്ന് 10 രൂപ. എന്റെ പേര് പത്മജം. ഈ പത്മജമാണ് ശരിക്ക് ഒരു ഉദാഹരണമാണ്. ഇതാണ് ആശാ വർക്കർമാരുടെ ജീവിതം എന്ന് നമ്മൾ കാണുകയാണ്. ഈ പ്രതിഷേധം ശക്തമായി തന്നെ തുടരും എന്നതാണ് ആശാ വർക്കർമാരുടെ ഇപ്പോഴത്തെ നിലപാട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. പരിഹരിക്കാമെന്ന് പറഞ്ഞു അവരെ ആശ കൊടുത്ത് പറ്റിക്കരുത്. അവരുടെ പ്രശ്നമെന്ന് പറയുന്നത് അവർ നേരിടുന്ന ദയനീയമായ പ്രതിസന്ധിയാണെന്ന് മനസ്സിലാക്കിയുള്ള പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷ